ചില്ലി ഗാർലിക് ഫ്രൈഡ് റൈസാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് റൈസാണ്. നമ്മുടെ കയ്യിൽ വേവിച്ച ബസ്മതി റൈസ് ഉണ്ടെങ്കിൽ മാക്സിമം ഒരു 5 മിനിറ്റ് സമയം മാത്രമേ നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. അത്രയും എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമുക്ക് നല്ല രുചിയോടുകൂടി കഴിക്കാനും കഴിയും. ഡിന്നറിനും ലഞ്ചിനൊക്കെ ഇത് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് വളരെ വേഗം പണി തീരും. മാത്രമല്ല നമുക്കൊരു അച്ചാറോ അല്ലെങ്കിൽ ഒരു തൈര് സാലഡോ മറ്റോ മാത്രം മതി ഇത് കഴിക്കാൻ. പിന്നെ ചില്ലി ചിക്കനോ ഡ്രാഗൺ ചിക്കനോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് നല്ല റിച്ച് ആയിട്ട് കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയും ഈസിയുമായ ഈ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2.5 കപ്പ് ബസ്മതി റൈസാണ്. അപ്പോൾ ഈ 2.5 കപ്പ് ബസ്മതി റൈസ് ഉപയോഗിച്ചിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 5-6 ആളുകൾക്കൊക്കെ സുഖമായിട്ട് കഴിക്കാനുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ച് വെക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ സോക്ക് ചെയ്തെടുക്കണം. എങ്കിലേ നമ്മുടെ റൈസ് നല്ല നീളത്തിലും അതുപോലെ തന്നെ വേറെ വേറെ ആയിട്ടും കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിന് ശേഷം ഈ വെള്ളമൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് വേവിച്ചെടുക്കാം. അരി വേവിക്കാൻ വേണ്ടി ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ച അരിയിൽ വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം ഈ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് മുന്നേ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഈ വെള്ളത്തിൽ ഒഴിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ അരിയുടെ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. വെള്ളം വെക്കുന്ന സമയത്ത് പാത്രത്തിൽ നിറയെ നല്ലോണം വെള്ളം വെക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം കുറഞ്ഞിട്ട് ബസ്മതി അരി വേവിച്ച് കഴിഞ്ഞാൽ ചോറ് നന്നാവില്ല, ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഒരുപാട് വെള്ളം വെച്ചിട്ട് അരി ഇടുന്നതായിരിക്കും നല്ലത്. 1 കപ്പ് ബസ്മതി അരിക്ക് കുറഞ്ഞത് 5 കപ്പെങ്കിലും വെള്ളം വെക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അരിയിട്ടതിന് ശേഷം തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മിനിറ്റ് മാത്രമേ വേവിക്കാവൂ. കൂടുതൽ സമയം വേവിക്കരുത്. നമ്മൾ അരിയിട്ടതിന് ശേഷം വെള്ളം രണ്ടാമത് തിളക്കുമല്ലോ, അപ്പോൾ ആ തിളക്കുന്നത് തൊട്ടിട്ട് ഒരു 5 മിനിറ്റ് സമയം മാത്രം ഇത് വേവിച്ചാൽ മതി. കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ നല്ലോണം വെന്ത് ഉണ്ട പോലെ ആയിപ്പോവും. അതുകൊണ്ട് അധികം വേവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് അരി വെള്ളത്തിലിട്ടിട്ട്. ഇതിപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്, ഒരു പാകത്തിനുള്ള വേവായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ വെള്ളം മുഴുവൻ ഒന്ന് പോയി കിട്ടണം. ഈ സമയം കൊണ്ട് നമുക്ക് ഈ വെളുത്തുള്ളിയും മുളകും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 10-14 അല്ലി വെളുത്തുള്ളിയും അതുപോലെ 3 ഉണക്കമുളകുമാണ്. അപ്പോൾ വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 6-7 എടുത്താൽ മതി. അപ്പോൾ വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടി നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. രണ്ടും കൂടെ ഒരുമിച്ചൊന്ന് ചതച്ചെടുക്കാം. വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടി ഒരുമിച്ച് ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു വലിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും നല്ല വിസ്താരമുള്ള വലിയ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് നല്ല സുഖമായിട്ട് ഇളക്കിയെടുക്കാൻ കഴിയുള്ളൂ. നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്ന വലിയ പാത്രം എടുക്കുക. അപ്പോൾ ചെറിയ പാത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ ചോറ് കുഴഞ്ഞു പോവും. അപ്പോൾ എപ്പോഴും ഒരു വലിയ പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലാണെങ്കിലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു വല്ലാത്ത ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ. ഇതിലേക്ക് 2 ടീസ്പൂൺ വരെ നല്ലെണ്ണ, അതായത് എള്ളെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എള്ളെണ്ണ ഈ ഫ്രൈഡ് റൈസിന് അല്ലെങ്കിൽ ചൈനീസ് റെസിപ്പീസിനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ 2 ടീസ്പൂൺ വരെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും മുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സവാളയും വെളുത്തുള്ളിയും ഈ മുളകും കൂടിയിട്ട് ഒരുമിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല മൂത്തൊരു മണം വരുന്നത് വരെ ഒന്ന് വഴറ്റുക. 2-3 മിനിറ്റ് ഇതുപോലെ വഴറ്റണം. നന്നായിട്ട് വഴറ്റി നല്ല മൂത്തൊരു മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ ചേർക്കുന്നത്. സാധാരണ ഗ്രീൻ പീസ് ആണെങ്കിൽ നന്നായിട്ട് വേവിച്ചതിന് ശേഷം ചേർക്കുക. ഇതിപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് വെന്തോളും. അപ്പോൾ ഗ്രീൻ പീസ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക്കം, അതായത്
ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. റെഡ് ക്യാപ്സിക്കാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഗ്രീനാണ് ഒന്നുകൂടി നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ റെഡ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് റെഡ് ചേർത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. പിന്നെ ഗ്രീൻ പീസും ക്യാപ്സിക്കം ഒന്നും ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല, അത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. ഞാനിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ടുണ്ട്. അതും നിർബന്ധമില്ല. ഇതിൽ മെയിനായിട്ട് വേണ്ടത് സവാളയും ഗാർലിക്കും അതുപോലെ ചില്ലിയുമാണ്. സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടുതൽ ചേർക്കണ്ട, നമ്മൾ ഇതിൽ സോയാ സോസ് ചേർക്കുന്നുണ്ട്, അതിലും കുറച്ച് ഉപ്പുണ്ടാവും. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ വരെ സിർക്കയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്, അതായത് വിനീഗർ. ഇതൊക്കെ ഞാൻ അല്പം ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ചെയ്താലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ സിർക്കയും സോയാ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ റൈസ് ഒരു പരന്ന പാത്രത്തിൽ ഇട്ട് വെച്ചിരുന്നു, കാരണം ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലൊരു പരന്ന പാത്രത്തിൽ ഇട്ട് വെച്ചിരുന്നത്. ചൂടോട് കൂടിയിട്ട് റൈസ് ഇതിൽ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ചോറ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം റൈസ് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ റൈസ് മുഴുവൻ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. റൈസ് മിക്സ് ചെയ്യുന്ന സമയത്തും ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് തന്നെ ചെയ്യാം. ഇത് കണ്ടില്ലേ, നല്ലൊരു കളറാണ് ഇതിന്. ആ ചില്ലിയുടെയൊക്കെ നല്ലൊരു കളർ വരും. അതുപോലെ ചില്ലിയുടെയും ഗാർലിക്കിൻ്റെയും ഒക്കെ നല്ലൊരു മണവും ഉണ്ടാവും ഈ സമയത്ത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത്. ഇത് കണ്ടില്ലേ, നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ചില്ലിയുടെയും സോയാ സോസിൻ്റെയൊക്കെ നല്ലൊരു കളർ വന്നിട്ടുണ്ടാവും. നല്ല കാണാൻ ഭംഗിയുള്ള കളറും അതിനേക്കാളും രുചിയുള്ളൊരു ഫ്രൈഡ് റൈസാണ്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ഇതൊരു പ്ലേറ്റിലേക്ക് വിളമ്പാം. വിളമ്പുമ്പോഴൊക്കെ ഇതിന് നല്ല മണമാണ്. ആ ചില്ലിയും ഗാർലിക്കും ഒക്കെ നമ്മൾ എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുത്തല്ലോ, അതിൻ്റെ ഒരു നല്ല മണം വരും. നല്ലൊരു ഫ്ലേവറാണ്. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്, നല്ലൊരു കളറും ഉണ്ടാവും. അപ്പോൾ ഞാനിന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഡ്രാഗൺ ചിക്കനാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടാം. അപ്പോൾ ഡ്രാഗൺ ചിക്കനും നമ്മുടെ ചില്ലി ഗാർലിക് ഫ്രൈഡ് റൈസും നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതല്ലെങ്കിൽ ചില്ലി ചിക്കനോ അല്ലെങ്കിൽ ചിക്കൻ മഞ്ചൂരിയാനോ ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇന്ന് ഞാൻ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും ഇഷ്ടമാവും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പവുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രീൻ പീസും ക്യാപ്സിക്കം ഒന്നും നിർബന്ധമുള്ള കാര്യമല്ല. ഇതിൽ മെയിനായിട്ട് വേണ്ടത് സവാളയും ചില്ലിയും ഗാർലിക്കുമാണ്. ഈ 3 ഐറ്റംസ് മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. മറ്റു വെജിറ്റബിൾസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഞാൻ ബാംബു ബൗളിൻ്റെ പുതിയൊരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് കാണിക്കാൻ കാരണം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബൗളിനെ പറ്റിയിട്ട്, എവിടുന്ന് അങ്ങനെ വാങ്ങിച്ചെന്നൊക്കെ. അപ്പോൾ ബാംബു ബൗൾ ഞാൻ മുന്നേ ഒരു ബ്ലൂ കളറിലുള്ളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ സ്ഥിരമായിട്ട് അരി സോക്ക് ചെയ്യാനും അതുപോലെ കേക്കിൻ്റെ മിക്സൊക്കെ റെഡിയാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു ബൗളാണ്. അപ്പോൾ നല്ല ബൗളാണ് ഇത്. നമുക്ക് കഴുകിയെടുക്കാൻ നല്ല ഈസിയാണ്. നമ്മൾ എന്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാലും മുളകും ഓയിലൊക്കെ ആയിക്കഴിഞ്ഞാലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ്. മാത്രമല്ല ഈ പ്ലാസ്റ്റിക് പോലെ നമുക്ക് ആരോഗ്യത്തിന് മോശമല്ല എന്നാണ് പറയുന്നത് കേൾക്കുന്നത് ബാമ്പുവിൻ്റെ ബൗളാകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പാത്രം ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് 4 എണ്ണമുള്ളൊരു സെറ്റായിരുന്നു മുന്നേ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലുള്ളൊരു സെറ്റ് തന്നെ, അതിൻ്റെ കളറ് മാത്രമേ മാറ്റുള്ളൂ. പുതിയ ഒരെണ്ണം കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതും സെയിം സാധനം തന്നെയാണ്, കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് അബുദാബി ലുലുവിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഇത് കാണാറുണ്ട്, 3-4 കളറിൽ ഇത് കിട്ടും. പിന്നെ ഇത് ആമസോണിലൊക്കെ ഉണ്ട് ബാംബു ബോള്. ഇതുപോലെയല്ല, കാണാൻ കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും ബാംബു ബോള് ആമസോണിൽ ഓൺലൈൻ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ഉപകാരമുള്ളതാണ്. കാരണം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ എളുപ്പമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഉപയോഗിക്കാൻ മിക്സ് ചെയ്യാനൊക്കെ, മാവ് കുഴക്കാനും കേക്കിൻ്റെ മിക്സ് റെഡിയാക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ മൂടിയും വരുന്നുണ്ട്. നമുക്കിനി ഫ്രിഡ്ജിൽ സാധനങ്ങൾ ബാക്കിയുള്ളതൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെക്കാനും നല്ലതാണിത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ട് ഞാനിത് പുതിയത് വാങ്ങിച്ചപ്പോൾ നിങ്ങൾക്കിത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അബുദാബിയിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വേറെ മോഡലുകളൊക്കെ ഓൺലൈൻ ഷോപ്പിൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 30 ദിറംസാണ് എന്നാണ് എൻ്റെ ഓർമ്മ. 4 എണ്ണമുള്ളൊരു സെറ്റിന് 30 ദിറംസാണ് വരുന്നതെന്ന് തോന്നുന്നു.
അപ്പോൾ അത്ര വലിയ വിലയൊന്നുമല്ല. 30 ദിറംസിന് 4 ബൗൾ, അതും മൂടിയോട് കൂടിയിട്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ ചെറിയ വിലയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്